എല്ലാവർക്കും നമസ്കാരം. മരിച്ച കലാകാരൻ സുധിയുടെ ഭാര്യ രേണു സുധിയാണ് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ചർച്ചാ വിഷയം. തന്റെ വീടിന് സംഭവിച്ച കേടുപാടുകൾ ചൂണ്ടിക്കാട്ടി രേണു സുധി ഉന്നയിച്ച പരാതികൾക്ക് കേവലം 2600 രൂപയുടെ പരിഹാരം കണ്ടിരിക്കുകയാണ് കേരള ഹോം ഡിസൈൻ അഥവാ KHDEZ എന്ന ഗ്രൂപ്പിന്റെ ചെയർമാൻ ഫിറോസ്. മുകളിൽ കൂര പോലെ പണിതിരിക്കുന്നതിൽ കൂടി എറിച്ചിൽ അകത്തോട്ടേക്ക് അടിക്കും. ഞങ്ങൾ പ്ലാസ്റ്റിക് വെച്ച് ഒട്ടിച്ചോളാം, ആരെയും കുറ്റം പറയുന്നില്ല, 10 മാസമായതേ ഉള്ളൂ വീട് വെച്ചിട്ട്, അതിനു മുൻപേ ഇങ്ങനെ ഇടിഞ്ഞു പോവുകയാണെന്നൊക്കെയായിരുന്നു രേണുവിൻ്റെ പിതാവ് തങ്കച്ചനും രേണുവും ചേർന്ന് ഇന്നലെ പുറത്തിറക്കിയ വ്ലോഗിൽ പറഞ്ഞത്. ഇത്തരത്തിൽ നിരവധി ആയി വീട് ചോരുകയാണെന്നും വീട് പൊളിഞ്ഞു വീഴാറായെന്നും ഒക്കെ രേണു പറയുന്നുണ്ടായിരുന്നു. കേവലം ലോക്കലായി തീർക്കാവുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണിക്കാരനെ വിളിച്ച് ഒരു ഷീറ്റ് ഒട്ടിച്ച് പരിഹരിക്കാമായിരുന്ന ഈ വിഷയം ലൂവേഴ്സ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മഴ എറിച്ചിലടിക്കുമ്പോൾ ചാറ്റിലടിക്കുമ്പോൾ അകത്തേക്ക് വീഴുന്ന ഒരു പ്രശ്നം പരിഹരിക്കാമായിരുന്നു. അതിനൊക്കെ മീഡിയയുടെ മുന്നിൽ പോയി നിന്ന് സംസാരിച്ച രേണു സുധിയുടെ വിഷയം വലിയ വിവാദമായിരുന്നു. ഇതിന് രേണുവിൻ്റെ ഭീഷണി ഉണ്ടായിരുന്നെന്ന് മറുനാടോട് തന്നെ ഫിറോസ് പറഞ്ഞിരുന്നു. എന്തായാലും ഇതിന് തൊട്ടുപിറകെ ഈ പ്രോജക്റ്റ് എൻ്റെ ഉത്തരവാദിത്തത്തിലായിരുന്നു നടന്നിരുന്നതെന്നും അത് KHDEZ എന്ന ഗ്രൂപ്പിൻ്റെ കീഴിലായിരുന്നുവെന്നും ഈ പ്രോജക്റ്റ് ചെയ്തതെന്നും സുധിയുടെ വീടിന് സംഭവിച്ച പിഴവുകളുടെ ഉത്തരവാദിത്തം താൻ ഒറ്റയ്ക്ക് ഏറ്റെടുക്കുന്നുവെന്നും എന്തെങ്കിലും തരത്തിൽ അതിന് പ്രശ്നം സംഭവിച്ചെങ്കിൽ മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഫിറോസ് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. മാത്രമല്ല, ആ ചാറ്റിലടിക്കുന്ന ലൂവേഴ്സിൽ കേവലം 2600 രൂപ മാത്രം മുടക്കി പരിഹരിക്കേണ്ടിരുന്ന പ്രശ്നത്തെ ഫിറോസ് തന്നെ ഏറ്റെടുത്ത് പരിഹരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി. എന്തായാലും ഫിറോസ് തൻ്റെ വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വീട് ഡിസൈൻ ചെയ്തതോ ഈ വീട്ടിലെ പണികൾ പൂർത്തീകരിച്ചതോ താൻ മാത്രമല്ല, പക്ഷേ ഒരു പ്രധാനപ്പെട്ട ട്രെയിൻ ആക്സിഡൻറ്റ് സംഭവിച്ചാലോ എന്തെങ്കിലും അങ്ങനെ ഒരു മേജർ ഇഷ്യൂ ഒക്കെ ഉണ്ടാകുമ്പോഴോ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ മന്ത്രിതലത്തിലുള്ള ആളുകളൊക്കെ രാജിവെക്കാറോ അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാറോ ഉണ്ട്. അതുപോലെ മാത്രമാണ് താൻ ഏറ്റെടുത്തത്. പക്ഷേ വീടിൻ്റെ പുറത്ത് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്തത് തെറ്റിപ്പോയെന്നുമൊക്കെ ഫിറോസ് പറയുന്നുണ്ട്. അതൊക്കെ രാവിലെ രേണുവിൻ്റെ വ്ലോഗിൽ അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും നിരവധി ആളുകൾ സൗജന്യമായി നൽകിയതാണ് ഈ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ. അത് വീട് വെച്ചത്, വീടിൻ്റെ പ്ലാൻ വരച്ചത് ഒരാളാണ്, വീടിൻ്റെ ജിപ്സം പ്ലാസ്റ്ററിങ് പുറത്ത് ചെയ്യാൻ പറഞ്ഞത് മറ്റൊരാളാണ്. ഇതൊക്കെ തന്നെ മറ്റു പലരും സൗജന്യമായി സേവനം നൽകിയതുകൊണ്ട് സംഭവിച്ചതാണ് എന്നാണ് ഫിറോസ് പറയുന്നത്. പക്ഷേ പൂർണ്ണമായും താനായിരുന്നു അതിന് മേൽനോട്ടം വഹിക്കേണ്ടിയിരുന്നത്. എന്തെങ്കിലും തരത്തിൽ അങ്ങനെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റുപറ്റിയതായി മാപ്പ് പറയുന്നതായി ഫിറോസ് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതിൽ കൈ കഴുകാമായിരുന്നു. ഇത്രയും അധികം അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയിട്ടും ഇത്രയും അധികം അദ്ദേഹത്തെ കളിയാക്കിയിട്ടും ഇത്രയും അധികം അദ്ദേഹത്തെ ഇകഴ്ത്തി സംസാരിച്ചിട്ടും ആ രേണു സുധി എന്ന് പറയുന്ന ആളിൻ്റെയും അവരുടെ കുടുംബത്തിനോട് മാപ്പ് പറയുന്ന ഫിറോസിനെയാണ് കാണുന്നത്. ഇങ്ങനെയാണ് ചില ആളുകൾ മഹാന്മാരാകുന്നത്. തെറ്റ് തിരിച്ചറിഞ്ഞ് ക്ഷമ ചോദിക്കുന്നു. എന്തായാലും നിരവധി അവസരങ്ങളിൽ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം എത്രയോ മഹാനാണെന്ന് കാണിച്ചിരിക്കുകയാണ്. അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് രേണു സുധിയുടെ വിഷയത്തിൽ ഇത് താൻ ഇനിയൊന്നും സംസാരിക്കില്ല, സ്ത്രീയോടോ കുടുംബത്തെയോ ഏതെങ്കിലും തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വലിച്ചൊഴിച്ചുകൊണ്ടുവന്ന് അവരെ അവഹേളിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല, ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും ഫിറോസ് മഹാനാവുകയാണ്.